പെൻഷൻ തുക വർദ്ധിപ്പിക്കും ഉള്ളത് തന്നെ കിട്ടുന്നില്ല, ഇനി വർദ്ധിപ്പിച്ചട്ടാ. രാവിലെ കുളിച്ചൊരുങ്ങി എങ്ങോട്ടാടാ? ഞാൻ വെളി വരെ പോവാമേ. എന്താ? അവക്ക് വയ്യ, പീരീഡ്സ്. അതിന് പുറത്തുനിന്ന് ഫുഡ് മേടിക്കാന്ന് വെച്ചു. എന്തോന്നാ പുറത്തുനിന്ന് ഫുഡ് മേടിക്കാന്? നാട്ടിൽ ഒരു പെൺപിള്ളാർക്കും ഇങ്ങനെ ഒരു അസുഖം വരുത്തതേ ഇല്ല. അവന്റെ ഒരു പുറത്തു പോയി ഫുഡ് മേടി. എടാ, എല്ലാ സ്ത്രീകൾക്കും വരുന്നതാ ഇതൊക്കെ. ഞാനൊക്കെ ഇത് വരുന്ന സമയത്തും ആഹാരം ഉണ്ടാക്കും, പിള്ളാരെ നോക്കും, വീട്ടിലെ പണിയും എടുക്കും. ഇപ്പോഴത്തെ പെൺപിള്ളാർക്ക് വയറുവേദനയാ, അതാ ഇതാന്നും പറഞ്ഞ് കയറി കിടക്കും. ആമ്പിള്ളാര് പോയി ഡയറി മിൽക്കും മേടിച്ച് ചൂടുവെള്ളവും മേടിച്ച് എന്തൊക്കെയാടാ. ഇയാടാ ഫുഡ് മേടിച്ചോണ്ട് വന്ന് ഇനി അവക്ക് ഉരുട്ടി വായിലോട്ട് കൂടെ വെച്ചോറാ. കേറിപ്പോടാ വരയ്ക്കകത്ത്. പെങ്കോന്തന്മാര് കുറെ. ഇയാടാ ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചിട്ട് ഇപ്പൊ എന്നെ എന്ത് ചെയ്യാന്നാ? വെള്ളം കഴുകത്തൊന്നും ഇല്ലയോ? ഒരു വീറും വൃത്തിയില്ലാത്തൊരു പെണ്ണ്. അമ്മേ, ഞാൻ അങ്ങോട്ട് ഇറങ്ങുവാ. എങ്ങോട്ട്? അമ്മയോട് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ അമ്മയ്ക്ക് വയ്യാത്തോണ്ട് ഞാനൊന്ന് കാണാൻ പോവാ. എന്റെ കുഞ്ഞെ, നീ ഇന്നലെ എന്നോടെങ്ങും പോന്ന കാര്യമൊന്നും പറഞ്ഞില്ല. ഞാനൊട്ട് കേട്ടിട്ടുമില്ല നീ പറയുന്നത്. ഞാൻ പറഞ്ഞായിരുന്നു അമ്മേ, ചേട്ടൻ വന്നിട്ടുണ്ട്, ഞാൻ പൊക്കോട്ടെ. ഏത് ചേട്ടൻ? ഞാനൊന്ന് നോക്കട്ടെ. ആഹാ, അയ്യടാ, ഇങ്ങനൊക്കെ ആൾക്കാർ ജീവിച്ചിരിപ്പുണ്ടോ? എന്താണോ അച്ഛനെ ഇവളെ വിളിച്ചോണ്ട് പോകാൻ വന്നയാണോ? പെങ്ങളെ കൊണ്ടുപോകാൻ മാത്രമായിട്ടാണല്ലോ ഇങ്ങോട്ട് വന്നത്. ഞാൻ അവളെ വിളിച്ചോണ്ട് പോകാൻ വന്നായിരുന്നു. ഞാൻ ഇന്നലെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അയ്യോടാ, ഞാനൊന്നും അറിഞ്ഞില്ല, എന്നോടൊന്നും ആരും പറഞ്ഞില്ല വിളിച്ചോണ്ട് പോകാൻ വരുന്ന കാര്യം. അവിടെ അമ്മയ്ക്കും വയ്യായിരിക്കുമല്ലോ, ഞാനൊന്ന് കൊണ്ടുപോയിട്ട് 2 ദിവസം കഴിയുമ്പോൾ കൊണ്ടുവിടാം. എന്തിനാ 2 ദിവസം ആക്കുന്നേ? നീ ഇവളെ ഇങ്ങോട്ട് വിടണമെന്നൊന്നും ഇല്ല. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് വിളിച്ചോണ്ട് പോകാനാണെങ്കിൽ എന്തിനാടാ ഇവളെ ഇങ്ങോട്ട് കെട്ടിച്ചു വിട്ടേ? നിങ്ങൾ ആങ്ങളെ അമ്മയും കൂടെ കെട്ടിപ്പിടിച്ച് അവിടെ ഇരുന്നാ പോരായിരുന്നു? എങ്കിൽ ശരിയടി, ഞാൻ ഇറങ്ങും. നീ അളിയൻ വരുമ്പോ അളിയന്റെ കൂടെ അങ്ങ് പോലെ. ഈ ശരിയമ്മേ, ഇറങ്ങട്ടെ. പെങ്ങളെ വിളിച്ചോണ്ട് വന്നത്. ചേട്ടാ, ഒന്നും തോന്നല്ലേ, അമ്മയുടെ സ്വഭാവം ഇങ്ങനെയൊക്കെയാ. അത് സാരമില്ല മോളെ, എല്ലാം സഹിച്ച് ഇവിടെ നിൽക്കണമെന്ന് നിന്നോട് ഞാൻ പറയത്തില്ല. നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ ഡ്രസ്സെല്ലാം പായ്ക്കത് നീ എൻ്റെ കൂടെ പോരും. വിവാഹം വരെ നിന്നെ നോക്കാൻ കഴിയുമെങ്കിൽ ഇനിയും നിന്നെ എനിക്ക് നോക്കാൻ കഴിയും. കുഴപ്പമില്ല ചേട്ടാ, അമ്മ മാത്രമേ ഉള്ളൂ ഇത്രയും പ്രശ്നം. പ്രായമുള്ളതല്ലേ. അച്ഛനും ചേട്ടനും ഒക്കെ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്തേലും പറഞ്ഞ് ചേട്ടൻ്റെ കൂടെ അങ്ങ് വന്നേക്കാം. ചേട്ടൻ പൊക്കോ. എങ്കിൽ ശരി. ഇന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ചേട്ടനെ ഒത്തിരി അപമാനിച്ചിട്ട് അമ്മ വിട്ടത്. ഇന്നലെ ഞാൻ ചേട്ടനോട് പറഞ്ഞല്ലേ എൻ്റെ ആങ്ങള വരും വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടെന്ന്, അമ്മയ്ക്ക് വയ്യാന്ന്. പക്ഷെ ഇന്ന് വന്നപ്പോഴത്തേക്കും അമ്മ ഒത്തിരി പച്ചക്കള്ളം പറഞ്ഞിട്ട് ചേട്ടനെ ഒത്തിരി അപമാനിച്ചിട്ടാണ് വിട്ടത്. ചേട്ടൻ ഒത്തിരി വിഷമിച്ചിട്ടാണ് പോയത്. ഞാനൊരു BSc നേഴ്സല്ലേ ചേട്ടാ. ചേട്ടനും അച്ഛനും ഞാൻ ജോലിക്ക് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഓക്കെ പറയും. പക്ഷെ അമ്മ അത് സമ്മതിക്കത്തില്ല. ഞാൻ ജോലിക്ക് പോയി ചേട്ടനൊരു ഹെൽപ്പല്ലേ. എടി, അമ്മയുടെ സ്വഭാവം നിനക്ക് അറിയാവുന്നില്ലേ? അവരൊക്കെ പഴയ ആൾക്കാരാ, അവർ പഠിച്ചതേ പാടത്തുള്ളൂ. നിനക്ക് വീട്ടിൽ പോയി അമ്മയെ കണ്ടാ പോരെ? അത് ഞാൻ ഏറ്റ്. നീ പോയി ചോറെടുത്തത്, നീ വിശന്നിട്ട് പോയി. പേപ്പർ വായിക്കാന്ന് വിചാരിച്ചാൽ അതിനും പറ്റത്തില്ല. വെട്ടിക്കൊല എന്തൊക്കെയാ. കുറച്ചു നേരം ഫോണിൽ നോക്കാം. ഫോണിലും തോണ്ടാൻ പറ്റാത്ത അവസ്ഥയാ. ഇതങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ പരദൂഷണം, അത് ഇത്. പണ്ടൊക്കെ ആണെങ്കിൽ അയലത്ത് പോയിരുന്നു പറഞ്ഞോണ്ടിരുന്നയാ. എൻ്റെ അമ്മായിയമ്മ പറയാം, അവള് പരദൂഷണം പറയാൻ പോയേക്കുവാ. ഫോണിനകത്ത് വരെയും പരദൂഷണമാണ്. അമ്മേ, ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. എന്തുവാ പറ. അവക്കൊരു ജോലി കിട്ടി എൻ്റെ കൂട്ടുകാരൻ്റെ ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട്. എടാ, നിന്നോട് ഞാൻ അവിടുത്തെ കല്യാണാലോചന വന്നപ്പോഴേ പറഞ്ഞതാ, BSc നേഴ്സിനെയൊക്കെ കെട്ടിക്കൊണ്ട് വരുന്നത് കൊള്ളാം, ഇവിടുന്ന് ജോലിക്കൊന്നും വിടാൻ പറ്റത്തില്ല. എന്നെ അച്ഛനെ നോക്കാൻ ഒരു നേഴ്സിനെ ആവശ്യമുണ്ട്, അതായിക്കോട്ടെ. വീട്ടിലെ പണിയൊക്കെ ആരെടുക്കുമെന്നാ നീ പറയുന്നേ? ഇവിടുത്തെ ജോലിയൊക്കെ അമ്മ അവളുടെ ചെയ്യത്തില്ലേ? ഞാനോ? ഈ വയസ്സാം കാലത്തേക്ക് എനിക്ക് പണി ചെയ്യാനൊന്നും പറ്റത്തില്ല. ആയ കാലത്ത് ഞാൻ ഒത്തിരി പണിയെടുത്തതാ. പിന്നെ നീ എന്തിനാണോ പെണ്ണ് കെട്ടിക്കൊണ്ട് വന്നത്? എന്നെ കൊണ്ട് ജോലി ചെയ്യിക്കാനോ? എന്റെ പെണ്ണുമ്പള ജോലിക്ക് വിടാഞ്ഞിട്ടായിരുന്നു. ഡാ ഇവിടെ നിക്കണ്ട,
എന്തായാലും അവളെ ജോലിക്ക് വിടുന്ന കാര്യമൊന്നും നടക്കത്തില്ല. നീ പോ. തലയണ മന്ത്രം കേട്ടോണ്ട് വന്നേക്കുവാ ജോലിക്ക് വിടാന്. ആ ഇതീ കുത്തുന്ന സുഖം പോയി. അമ്മ എന്തിനാ എപ്പോഴും അവളെ അങ്ങ് വഴക്ക് പറയുന്നത്? അമ്മ എന്ത് പറഞ്ഞാലും അവള് തിരിച്ച് പറയാറില്ല. അമ്മയുടെ പ്രശ്നം എന്താ? അവളുടെ ആങ്ങളെ വന്നു, അമ്മ അപമാനിച്ചു വിട്ടു, എന്തെങ്കിലും പറഞ്ഞോ? അത് അവരുടെ വീട്ടിലെ ക്വാളിറ്റി. അത് എന്നെ വിശ്വാസം അവർ വിട്ടേക്കുന്നത്. അവർ ചോദിക്കാൻ വന്നിട്ട് പോലില്ല. കാര്യം ആ വിശ്വാസം കൊണ്ടത് ഇത്രയും പ്രശ്നങ്ങളുണ്ടായി. 1.5 വർഷമായല്ലേ അവളെ കെട്ടിക്കൊണ്ട് വന്നിട്ട്. ഇവിടെ മിക്സി ഉണ്ട്, മിക്സിയിൽ അരയ്ക്കാൻ സമ്മതിക്കത്തില്ല, കല്ലേ അരച്ച കറിയെ കൂട്ടത്തുള്ളൂ. ഇവിടെ വാഷിംഗ് മെഷീൻ ഉണ്ട്, അതിലരക്കാൻ സമ്മതിക്കത്തില്ല, കല്ലേ അലക്കണം. ദിവസം തൂക്കും തുടപ്പം. ഇതിനു വേണ്ടി എന്തോ അമ്മയെ തൂക്കും തുടക്കാനിടെ. അമ്മയ്ക്ക് എന്താ അവളോട് ഇത്ര ദേഷ്യം? അതേടാ, എനിക്ക് അവളോട് ദേഷ്യം ഉണ്ടടാ. ഞാൻ ഇതിനേക്കാൾ കൂടുതൽ അനുഭവിച്ചാടാ. നിന്റെ അച്ഛൻ എന്നെ ഇവിടെ കല്യാണം കഴിച്ചോണ്ട് വരുന്ന സമയത്തെ ഇത് കൂട്ടുകുടുംബമായിരുന്നു. എത്ര എണ്ണത്തിന് വെച്ച് വിളമ്പണം. അന്ന് ഈ പറഞ്ഞ പോലുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല. അമ്മിക്കല്ലേ അരയ്ക്കണം, അരി ഇടിക്കണം, വിറക് കൊണ്ടുവന്ന് അടുപ്പ് കത്തിച്ച് വേണം പരിപാലിക്കാനാ. എത്ര എണ്ണത്തിന് വെച്ച് വിളമ്പണം. എല്ലാത്തിനും വെച്ചും വിളമ്പി എന്റെ നടു ഒടിഞ്ഞ്. എടാ, ഇപ്പോഴത്തെ കാലത്തെ പെൺപിള്ളേർക്കേ എന്തോരം സുഖ സൗകര്യങ്ങളുണ്ട്. പിന്നെ പണ്ടത്തെ കാലത്തെ അമ്മിയിൽ അരച്ച കറിയൊക്കെ കൂട്ടുന്നോണ്ട് ആർക്കും അസുഖങ്ങളൊന്നും ഇല്ല. ഇപ്പൊ മിക്സിയിൽ അരച്ചൊക്കെ കറി കൂട്ടിക്കൂട്ടിയാ ദിവസം ഓരോന്നിന് അസുഖങ്ങള്. അന്ന് ഞാൻ അനുഭവിച്ചതൊക്കെ കുറച്ചെങ്കിലും നിന്റെ ഭാര്യയും കൂടെ അനുഭവിക്കട്ടെ. അവൾക്കിവിടെ വേറെ പണിയൊന്നും ഇല്ലല്ലോ പ്രത്യേകിച്ച്. അമ്മയ്ക്ക് എന്തെങ്കിലും വയ്യാതെന്നല്ലേ നോക്കാൻ അവളെ കാണത്തുള്ളൂ. വെറുതെ അവളെ വെറുപ്പിക്കണ്ട. എനിക്ക് അമ്മയും വേണം, അവളെയും വേണം, അത്രേ ഉള്ളൂ. അമ്മേ, വെളി വരെ പോവാ. എവിടെ പോവാടാ? കുറച്ച് ദിവസമായാലും ഇവിടെ കൊണ്ടൊന്ന് പുറത്തൊക്കെ പോയിട്ടു. അപ്പം മോഹൻലാലിന്റെ നല്ലൊരു പുതിയ പടം ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതും കണ്ട് ഫുഡൊക്കെ വെച്ചിട്ട് താമസിച്ചു. പുറത്തൊന്നും പോയി ഫുഡൊന്നും കഴിക്കണ്ട. ഇന്നലെ ഞാൻ അത്രയും കാര്യങ്ങൾ അമ്മയോട് പറഞ്ഞിട്ട് അമ്മയ്ക്കൊന്നും മനസ്സിലായില്ല. അമ്മയ്ക്ക് നന്നായ ഉദ്ദേശമില്ല, ഇല്ലയോ? എടാ, ഞാൻ നിങ്ങളോട് പുറത്തു പോയി ഫുഡ് കഴിക്കണ്ടെന്നല്ലേ പറഞ്ഞോളൂ. ഞാൻ ഉണ്ടാക്കി തരാടാ ഫുഡ്. നമുക്ക് 3 പേർ കൂടി ഇവിടെ ഇരുന്ന് കഴിച്ചിട്ടേ ഒരുമിച്ച് സിനിമയ്ക്ക് പോകാം. എങ്ങനെയുണ്ട്? സംശയിക്കണ്ടടാ മക്കളെ, ഞാൻ നന്നായെന്ന്.